ഇപ്പോൾ 12 ജില്ലയിലേക്ക് എത്തിയിരിക്കുന്നു. അപ്പോൾ ലക്ഷ്യത്തിലേക്ക് കൂടി നടന്ന് 12ാമത്തെ ജില്ലയാണ്. ഇനി ഇടുക്കിയിൽ 21-ാം തീയതി 3 മണിക്കും എറണാകുളത്ത് 30-ാം തീയതി രാവിലെ 6 മണിക്കും ഈ വാക്കത്തോൺ നടക്കുകയാണ്. എനിക്ക് വലിയ സന്തോഷമുണ്ട്. കേരളത്തിലെ മുഴുവൻ ജനങ്ങളും ഈ പരിപാടിയോട് സഹകരിക്കുന്നുണ്ട്. നമ്മുടെ കുട്ടികളെ ഇതിൽ നിന്ന് സമൂഹത്തെ മോചിപ്പിക്കാൻ, ലഹരിയിൽ നിന്ന് സമൂഹത്തെ മോചിപ്പിക്കാനുള്ള ദൗത്യമാണ്. ഇതിനകത്ത് പത്രമാധ്യമങ്ങളും ജനങ്ങളും സ്പോർട്സ് സംഘടനകളും സാമുദായിക നേതാക്കളും എല്ലാവരും ജീവിതത്തിൻ്റെ നാനാ തുറകളിലുള്ള ആളുകളെല്ലാം ഇതിൽ പങ്കെടുക്കുന്നു. ഇത് കഴിഞ്ഞ് നമ്മൾ കോളേജുകളിലേക്കാണ്, സ്കൂളുകളിലേക്കാണ്. ഇത് നിരന്തരമായ ഒരു പ്രക്രിയയായി മുന്നോട്ട് കൊണ്ടുപോകാനും ഈ മയക്കുമരുന്ന് ലോബിയുടെ വേരറക്കാനുമുള്ള ദൗത്യമാണ് ഞങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നത്. ഒരു വിജയത്തിലേക്ക് തന്നെയാണെന്ന്, വിജയത്തിലേക്ക് കടക്കുന്നു. തീർച്ചയായും വൻ വിജയത്തിലേക്കാണ്. എല്ലാവരും പങ്കെടുക്കുകയാണ്. കേരളത്തിൽ ഉണ്ടാകുന്ന ഏറ്റവും കൂടുതൽ അക്രമങ്ങളും കൊലപാതകങ്ങളും ലഹരിയുടെ ഫലമായിട്ടാണ്. അതുകൊണ്ട് ഈ ലഹരിയെ അവസാനിപ്പിക്കാനുള്ള വലിയ മുന്നേറ്റമാണ് നമുക്ക് നടത്തേണ്ടത്. നമ്മുടെ എല്ലാവരുടെയും ഉത്തരവാദിത്വമാണ്. നമ്മുടെ കോട്ടയം ജില്ലയിലേക്ക് എത്തുമ്പോൾ കോട്ടയം ജില്ലയിലെ യുവാക്കൾക്കിടയിൽ വലിയ രീതിയിൽ വർദ്ധിക്കുന്നതാണ് പോലീസിന്റെ കണക്കൊക്കെ പുറത്തു വരുന്നത്. അപ്പോൾ ഇത്തരത്തിലൊരു യാത്രയൊക്കെ അതുകൂടി കുറയ്ക്കാൻ സഹായിക്കുമെന്ന് യഥാർത്ഥത്തിൽ ആയിരക്കണക്കിന് ആളുകളിലെ ഈ മൂവ്മെന്റിൽ പങ്കെടുക്കുന്നത് ശ്രീ രമേശ് ചെന്നിത്തല നേതൃത്വം കൊടുക്കുന്ന ലഹരി വിമുക്ത കേരളം, അതാണ് നമ്മുടെ മുദ്രാവാക്യം. അതിനുവേണ്ടി കേരളത്തിലെ മുഴുവൻ ചെറുപ്പക്കാരെയും ഒരുമിച്ച് അണിനിരത്തുക, കേരള ജനസമൂഹത്തെ ഈ കാര്യത്തിന് വേണ്ടി പ്രാപ്തരാക്കുക, ആ നടപടികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൽ പങ്കെടുക്കുന്ന പങ്കാളിത്തം കണ്ടാലറിയാം ജനങ്ങൾ എത്രയോ ആഹ്ലാദത്തോടു കൂടി ഇതിനെ സ്വാഗതം ചെയ്യുന്നത്.